Hello everyone, welcome to CGK Lectures. So, നമ്മൾ +1 സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ഈസി എന്നാലും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അതാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. അതിൻ്റെ കൂടെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും എന്താണെന്ന് ചെയ്യും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ ഈസിയാണ്, എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എൻട്രൻസിൻ്റെയൊക്കെ ആ ഒരു എക്സാംസിനൊക്കെ എന്ത് ചെയ്യും വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും വളരെ ഉപകാരപ്രദമായ ഒരു ഏരിയ ആണെന്ന് പറയുന്നത് നമ്മളെ സയൻറ്റിഫിക് നൊട്ടേഷനും അതേപോലെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും. അപ്പോൾ ചില നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം അവോഗാഡ്രോ നമ്പറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ക്ലാസ്സിൽ അല്ലേ. അവോഗാഡ്രോ നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവോഗാഡ്രോ നമ്പർ എത്രയാണ്? അതായത് 6.022 × 10⁻23 എന്നൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവോഗാഡ്രോ നമ്പറൊക്കെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ ബേസിസിലാണ് എഴുതുന്നത് എന്ന് പറയാം. അത് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു നമ്പർ 6.022 × 10⁻23. അതുപോലെ നമ്മൾ വേറെ നമ്പർ എടുക്കുകയാണ്, നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാസ് കേട്ടോ. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഞാൻ എം എന്ന് എഴുതുകയാണ്. നമുക്ക് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എടുത്തു കേട്ടോ. ചാർജ് ഞാൻ ക്യൂ എന്ന് കൊടുത്താൽ ക്യൂ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 × 10⁻19 കൂളോം ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് പലതരത്തിൽ നമുക്ക് പഠിക്കാനും നിങ്ങളിനി പഠിക്കാൻ പോകുന്നതുമായിട്ടുള്ള പല നമ്പറുകളാണ്. എന്തൊക്കെയാണ്? അവോഗാഡ്രോ നമ്പർ, മാസ് ഓഫ് ഇലക്ട്രോൺ, അതേപോലെ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ എല്ലാ നമ്പറിനെ എന്ത് ചെയ്യുന്ന ഒരു 10⁻⁴ അല്ലേ, 10⁻⁴ ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോക്കി ഈ ഒരു 6.022 × 10⁻23 എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6.022 × 10⁻23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6.022 അല്ലേ, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6022 ഉണ്ടാവും കേട്ടോ. 1000 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10⁻3 × 10⁻20 എന്ന് എഴുതാം. അതാണ് 10⁻23. പിന്നെ 10⁻3 1000 എന്ന് പറയുന്ന സാധനം കൂടി 6.022 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 6022 കിട്ടും. പിന്നെ ഒരു 10⁻20 ഒരു 20 പൂജ്യം കൂടെ അപ്പുറത്തോട്ട് ഇട്ടിട്ട് വലിയ സംഖ്യയാണ് എന്ന് പറയുന്നത് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഒരു വലിയ സംഖ്യ നമുക്ക് ഒരുപാട് വട്ടം എഴുതാനൊക്കെ പറ്റും. എപ്പോഴും നമുക്ക് ഒരു വലിയ സംഖ്യ അത്രയും പൂജ്യമൊക്കെ ഇട്ട് എഴുതാനായിട്ട് സാധിക്കുമോ? ഇനി നിങ്ങൾ നോക്കിയേ, അതുപോലെ ഒരു 9.1 × 10⁻31 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഒരു 0.00000 അങ്ങനെ കുറേ സീറോ എന്നിട്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത് ഒരു 91 എന്ന് വരുന്നത്. കാരണം 10⁻−31 ആണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വലിച്ച് നീട്ടി എഴുതുന്നതിന് പകരം നമ്മളെ അവർ എന്ത് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു നൊട്ടേഷനാണ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാവുന്ന ഒരു എക്സ്പ്ലനേഷൻ നൊട്ടേഷനാണ് എന്ത് സയൻറ്റിഫിക് നൊട്ടേഷൻ. അവരെ നമുക്ക് n × ഓക്കെ 10⁻n എന്ന ഫോർമാറ്റിൽ എഴുതാൻ കഴിയുന്നവരാണ് എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് നൊട്ടേഷൻ. അതായത് എക്സ്പ്ലനേഷൻ നൊട്ടേഷൻ ഇൻ വിച്ച് എ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം n × 10⁻n ഈസ് കാൾഡ് എന്ന് പറയുന്നത് നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ n എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 6.022 ആണ് ക്യാപിറ്റൽ n. ചെറിയ n ആരാണ്? 23 ആണ് ഈ ഒരു കേസിൽ അല്ലേ. ഈ ഒരു കേസിൽ നോക്കിയേ ക്യാപിറ്റൽ n ആരാണ്? 9.1 ആണ്. ചെറിയ n ആരാണ്? -31 ആണ്. ഈ ഒരു കേസിൽ നോക്കിയേ n എന്താണ്? 1.6 ആണ്. ചെറിയ n എന്താണ്? -19 ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എഴുതുന്നതും ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നതും എല്ലാം എന്താണ് ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ n × 10⁻n ഈ ഒരു എന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ ഡിജിറ്റ് ടേം എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിജിറ്റ് ടേം? ഓക്കെ, അപ്പോൾ ഈ n എന്ന് പറഞ്ഞ ഡിജിറ്റ് ടേം ആണ്. അവരുടെ വാല്യൂ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് 1.000ക്കും 9.999നും ഇടയ്ക്കായിരിക്കണം. ആറ് ഈ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എപ്പോഴും 1.000ക്കും 9.999 എന്തായിരിക്കണം? ഇടയ്ക്കായിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ എത്ര 6 പോയിന്റ് ആണ് വരുന്നത്, ഇതിനിടയ്ക്കല്ലേ. ഇവിടെ 9.1 ആണ് വരുന്നത്, ആ ഒരു വാല്യൂ ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്. 1.6 അതും ഇതിനിടയ്ക്കല്ലേ വരുന്നത്. അതായത് ഈ ഒരു 1.000ക്കും 9.999നും ഇടയ്ക്കായിരിക്കണം ആറ് വാല്യൂ വരേണ്ടത്, നമ്മുടെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ വരേണ്ടത്. അതായത് നമ്മുടെ ഡിജിറ്റ് ടൈമിൻ്റെ വാല്യൂ വരേണ്ടത് 1.000ക്കും നമ്മുടെ 9.999നും ഇടയ്ക്കായിരിക്കണം. എന്നാൽ നിങ്ങൾ നോക്കിയേ നമ്മുടെ ചെറിയ n അത് ഇവിടെ എന്താണ്? ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണല്ലേ, 23 ആണ്. ഇവിടെ എന്താണ്? -31 ആണ്, ഒരു നെഗറ്റീവ് വാല്യൂ ആണല്ലേ. ഇവിടെ നോക്കിയേ ഇവിടെ വീണ്ടും -19 ആണ്. അതായത് ചെറിയ എന്നിൻ്റെ വാല്യൂ എന്താവാം? പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം അല്ലേ. അതായത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പക്ഷെ n എപ്പോഴും ക്യാപിറ്റൽ n എപ്പോഴും എന്തായിരിക്കണം?
1.000ക്കും 9.999നും ഇടയ്ക്കായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങൾക്കൊരു വാല്യൂ തന്നത് അതിന് സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിൽ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയാണ് 232.508. ഓക്കെ, 232.508. അപ്പോൾ ഇവരെ നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി 232.508 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ എന്താണ് ഈ ഒരു ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ എത്ര ഇടയ്ക്ക് വരണം? 1.000ക്ക് 9.999 ഇടയ്ക്ക് വരണം. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ അപ്പോൾ എങ്ങനെ പറഞ്ഞത് 2.32 എന്ന് വന്നാൽ അല്ലെ ഈ ഒരു റേഞ്ചിൽ വരത്തുള്ളൂ. ഈ ഒരു റേഞ്ചിൽ പറഞ്ഞത് 2.32 എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ആരാളുള്ള 508 ഉണ്ടല്ലേ. അപ്പോൾ 2.32508 നമ്മൾ എഴുതി. ഇനി നിങ്ങൾ നോക്കിയേ നിങ്ങൾ ഈ പോയിന്റിനെ എത്ര ഇങ്ങോട്ട് മാറ്റി? നേരത്തെ ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ ആയിരുന്നു അല്ലേ, അതിനെ ഒരു ഡിജിറ്റ് മാറ്റി 2 ഡിജിറ്റ് മാറ്റിയപ്പോഴല്ലേ നിങ്ങൾക്ക് 2.325 എന്ന് കിട്ടിയത്. അപ്പോൾ 2 ഡിജിറ്റ് നിങ്ങൾ ഇടത്തോട്ട് മാറ്റുവാണെങ്കിൽ നിങ്ങൾ 10⁻2 ഇടണം, അതായത് 2 കൂട്ടണം. ഇനി ഒരു ഡിജിറ്റാണ് നിങ്ങൾ ഇടത്തോട്ട് മാറ്റുന്നതെങ്കിൽ നിങ്ങൾ 10⁻1 കൂട്ടണം. ഓക്കെ, അതായത് ഇവിടെ 2 ഡിജിറ്റ് നമ്മൾ ഇടത്തോട്ട് വന്നു, ഇടത്തോട്ട് 2 ഡിജിറ്റ് മാറ്റിയപ്പോഴാണ് നമുക്ക് 2.32508 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 ഡിജിറ്റ് 10ന്റെ പവറായിട്ട് എഴുതണം. അപ്പോൾ നമ്മുടെ ചെറിയ എണ്ണം എന്തായിട്ട് മാറണം? 2 മാറണം. ഇനി ഒരു അടുത്തൊരു ഉദാഹരണം നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ഇത് നോക്കിയേ 0.00016 ആണ്. 0.0016 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് എഴുതാൻ നോക്കിയേ വളരെ ഈസിയാണ്. നോക്കിയേ അപ്പോൾ ഇവിടെ എങ്ങനെ വരണം? ഈ റേഞ്ചിൽ പറഞ്ഞാൽ ഇയാൾ എന്തെന്ന് എഴുതണം? 1.6 എന്ന് എഴുതണം അല്ലേ. 1.6 × 10⁻⁻ സംതിങ് എഴുതണം നമുക്ക്. അപ്പോൾ എങ്ങനെ അത് എഴുതണം നോക്കിയാൽ നിങ്ങൾ നോക്കി ഈ ഒരു ഡെസിമൽ ഇവിടെ അല്ലായിരുന്നു, ഇത് 1 ചാടി 2 ചാടി 3 ചാടി 4 ചാടി അല്ലേ. അപ്പൊ 4 ചാടി എങ്ങോട്ട് ചാടി? വലത്തോട്ട് ചാടി അല്ലേ. ഇതൊക്കെ ഇവിടുന്ന് 4 വലത്തോട്ട് ചാടി. വലത്തോട്ട് ചാടി ഞങ്ങൾ -4 കുറയ്ക്കണം. വലത്തോട്ട് 1 ചാടിയാൽ -1 കുറയ്ക്കണം. വലത്തോട്ട് 2 ചാടി എന്ത് -2 കുറയ്ക്കണം. വലത്തോട്ട് 3 ചാടിയാൽ -3 കുറയ്ക്കണം. ഇവിടെ വലത്തോട്ട് 4 ചാടിയോണ്ട് എന്ത് ചെയ്തു? 1.6 × 10⁻⁻4 ആണ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. വളരെ ഈസി അല്ലേ. പക്ഷേ ഇടത്തോട്ട് 1 ചാടുന്നെങ്കിലോ 10⁻1 കൂട്ടണം. ഇടത്തോട്ട് 2 ചാടുന്നെങ്കിൽ അത് 10⁻2 ആവും അല്ലേ. ഇടത്തോട്ട് 3 ചാടുകയാണെങ്കിലോ 10⁻3 ആവും. അപ്പോൾ ഇടത്തോട്ട് വരുന്നതോറും എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. വലത്തോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. വളരെ ഈസിയാണ്. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളൊരു നമ്പറിനെ അതിന്റെ n × 10⁻n എന്ന് അല്ലേ, n × 10⁻n എന്ന് എഴുതുന്ന ആ ഒരു ഫോർമാറ്റ് ആണ് എന്ത്? സയന്റിഫിക് നൊട്ടേഷൻ നമ്മൾ പഠിച്ചു. അത് ഒരു എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് എ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം n × 10⁻n എന്ന് എഴുതാം. അതിൽ ഈ ഒരു n നമ്മൾ ഡിജിറ്റ് ടൈം എന്ന് വിളിച്ചു. അതിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞു? 1.000ക്കും 9.999 ഇടയ്ക്കായിരിക്കണം അതിന്റെ വാല്യൂ വരേണ്ടത് പറഞ്ഞു. ഇനി ചെറിയ എന്നിന്റെ വാല്യൂ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്കൊരു 2 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ സയന്റിഫിക് നൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ എഴുതുക എന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഈസിയാണ്, നമുക്ക് നോക്കാം. പുസ്തകത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. പുസ്തകത്തിൽ പറഞ്ഞൊരു ചോദ്യമാണ് 5.6 × 10⁵ ഓക്കെ ഇൻറ്റു 6.9 × 10⁸. അപ്പോൾ ഈ ഒരു 2 നമ്പറെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് എങ്ങനെ സയന്റിഫിക് നൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എഴുതാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഈ ഒരു 2 നമ്പേഴ്സ് ഇല്ലേ, ആ ഒരു 2 നമ്പേഴ്സ് എന്ത് ചെയ്യുക? അടുപ്പിച്ച് അതേപോലെ എഴുതുക. 5.6 ഇൻറ്റു മൾട്ടിപ്ലൈ അല്ല നമുക്ക്, അപ്പോൾ ഇൻറ്റു 6.9. ഓക്കെ, 5.6 × 6.9 എഴുതി. അതിനുശേഷം നമുക്ക് ബാക്കി ആരുണ്ട്? 10⁵5 ഉണ്ട്, 10⁸8 ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? a⁻m × a⁻n എന്താണ്? a⁻m+n ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 10⁵5 × 10⁸8 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10⁵5+8 എന്ന് കിട്ടും. അത്ര 10⁻13 എന്ന് കിട്ടും അല്ലേ. 10⁻13 എന്ന് കിട്ടും അല്ലേ. a⁻m × a⁻n a⁻m+n ആണ്. ആ മേലുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5.6 × 6.9 ഇൻറ്റു ഇല്ലേ, ഇത് നമ്മുടെ a⁻m × a⁻n ഫോം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 10⁸8 + 5 എത്രയാണ്? 13. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടിയില്ലേ? 10⁻13 എന്ന് കിട്ടി. നിങ്ങൾ 5.6നെ 6.9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടൂലേ? 5.6നെ 6.9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് 38.64 ആണ് കേട്ടോ. അപ്പോൾ 38.64 ആണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്.
ഇൻറ്റു 10⁻13. അപ്പോൾ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കുക കേട്ടോ. നമുക്ക് ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം ലാഭിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. 38.64 ഇൻറ്റു 10⁻13 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കണം, നമ്മുടെ സയന്റിഫിക് നൊട്ടേഷൻസ് നമുക്ക് എങ്ങനെ വരണം? n ഇൻറ്റു 10⁻n എന്ന് വരണം. പക്ഷേ എന്നിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ 1.000ക്കും 9.999 ഇടയ്ക്ക് വരണം അല്ലേ? എന്നാലല്ലേ അത് സയന്റിഫിക് നൊട്ടേഷൻ ആകത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി നമുക്ക് 38 ആണ്, അത് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്? അല്ല, അതിനിടയ്ക്കല്ല വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? 3.864 എന്ന് എഴുതണം, എന്നാലേ ഇതിൻ്റെ ഇടയ്ക്ക് വരത്തുള്ളൂ. 3.864 എന്ന് എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതാനായിട്ട് ഞാൻ എന്തോ ചെയ്തേ? ഞാൻ ഈ ഒരു ഡെസിമലിനെ എന്ത് ചെയ്തു? ഇടത്തോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. ഇടത്തോട്ട് വന്നാൽ ഞാൻ എന്ത് പറഞ്ഞു? +1 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ 10⁻13 അല്ലായിരുന്നോ? അപ്പോൾ 10⁻13 ഉണ്ടായിരുന്നു, അതിന് കൂടെ എന്ത് കൂട്ടണം? ഒരു +1 കൂട്ടണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 3.864 ഇൻറ്റു 10⁻ എത്ര കിട്ടും? 14 ആണ് എന്ന് പറയുന്നത് അതിൻ്റെ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. 3.864 ഇൻറ്റു 10⁻14. അത് എന്ത് ഫോമിൽ കിട്ടിയാൽ നമുക്ക്? n ഇൻറ്റു 10⁻n ഫോമിൽ കിട്ടിയില്ലേ? ക്യാപിറ്റൽ n എന്താണ്? 3.864. ചെറിയ n എന്താണ്? 14. വളരെ ഈസി അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യം പറയുന്നത് 9.8 ഇൻറ്റു 10⁻2 ഓക്കെ ഇൻറ്റു 2.5 ഇൻറ്റു 10⁻6. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സയന്റിഫിക് നൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എഴുതാൻ നോക്കാം. അതും വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കി, കഴിഞ്ഞ കേസ് എന്തായിരുന്നു? ഇവരുടെ പവേഴ്സ് അല്ലെ? ഇവിടെ നോക്കി, ഈ ഒരു 9.8 2.5 എന്ത് ചെയ്യാം? നമുക്ക് 9.8 ഇൻറ്റു 2.5 എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു കഴിഞ്ഞോട്ടൊക്കെ എന്തായിരുന്നു? ഒരു പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞോട്ടോ അല്ലേ? ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് പവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 10⁻2ഉം 10⁻6 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റു 10⁻2 ഇതെന്ത്? a⁻m+n അല്ലേ? അപ്പം എന്ത് കിട്ടും? -2 + -6 അല്ലേ? -2 + -6. അപ്പോൾ എത്ര കിട്ടും? 9.8 ഇൻറ്റു 2.5 ഇൻറ്റു 10⁻2 എത്ര? -2 -6 എത്ര നമുക്ക് വരുന്നത്? -8 എന്ന് വരും അല്ലേ? -8 അല്ലേ? മേലുള്ള രണ്ടുപേർ തമ്മിൽ ആഡ് ചെയ്തു. അവരുടെ ചിഹ്നം മൈനസ് ആയെന്ന് പറഞ്ഞാൽ അതേ ചിഹ്നം ഇട്ടു അല്ലേ? മേലുള്ളവരെ ആഡ് ചെയ്തു, അവരുടെ ചിഹ്നം ചെയ്തു, അതേപോലെ ഇട്ടു. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്ക് 9.8 ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 24.50 ആണ്. 24.50 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 24.50 ഇൻറ്റു 10⁻8 എന്ന് കിട്ടി. ഇനി ഞാൻ പറഞ്ഞു എന്നിൻ്റെ വാല്യൂ എപ്പോഴും എന്തിന് വരണം? ഇതിനിടയ്ക്ക് വരണം അല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതാം നമുക്ക്? 2.450 ഇൻറ്റു 10⁻2 എങ്ങനെ എഴുതാൻ നോക്കിയേ? ഇവിടെ എന്ത് സംഭവിച്ചേ? ഒന്ന് ഇടത്തോട്ട് വന്നു. വന്നപ്പോൾ എന്ത് ചെയ്യണം? 10⁻8 ഉണ്ടായിരുന്നു. ഒന്ന് ഇടത്തോട്ട് വരുമ്പോൾ ഒന്ന് +1 കൂട്ടണം അല്ലേ? അപ്പോൾ -8 ഒന്ന് +1 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 2.450 ഇൻറ്റു 10⁻7 ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ സയന്റിഫിക് നൊട്ടേഷൻ. കാരണം -8 +1 കൂടെ രണ്ടെണ്ണം വരാൻ -8 +1 എങ്ങനെ എടുക്കാം? വലുതിൽ നിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, വലുതിൽ നിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 8ൽ നിന്ന് 1 കുറച്ച് എത്ര വരും? 7. വലുതിൻ്റെ ചിഹ്നം എന്താണ്? -7 ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് ടൈം ഏതാണ്? 2.450 ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിജിറ്റ് ടൈം. ഡിജിറ്റ് ടൈം എന്താണ്? 2.450 ആണ് ഈ ഒരു സയന്റിഫിക് നൊട്ടേഷൻ്റെ ഡിജിറ്റ് ടൈം. ഇനി നമുക്ക് ഡിവിഷൻ കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഡിവിഷൻ അവിടെ തന്നിരിക്കുന്നത് പുസ്തകത്തിൽ 2.7 ഡിവൈഡഡ് ബൈ 5.5. ഓക്കെ, 2.7 ഇൻറ്റു 10⁻3 5.5 ഇൻറ്റു 10⁻4 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്തു? ആദ്യം ഞാൻ നമ്പേഴ്സ് എടുത്തു അല്ലേ? അതേപോലുള്ള ആ നമ്പേഴ്സ് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 2.7 എടുത്തു, 5.5 എടുത്തു. 2.7 എടുത്തു, 5.5 എടുത്തു. പിന്നെ ഇവിടെ ആരുണ്ട്? 10⁻³ ഉണ്ട്. താഴെയുള്ളൊരു 10⁻4 ഇല്ലേ? അയാൾ നമ്മൾ മേലോട്ട് എടുത്ത് എന്തായിട്ട് മാറും? 10⁻ എന്തായിട്ട് മാറും? മേളിലോട്ട് എടുത്താൽ 10⁻4 ആകും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 10⁻4 കിട്ടി. ഇനി നോക്കിയേ, 2.7 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 10⁻2. ഇതെങ്ങനെയായിട്ട്? -3 -4 എത്ര വരും? -7 എന്ന് വരും. നേരത്തെ ക്വസ്റ്റിൻ്റെ കൂട്ടാണ്, രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതേ ചിഹ്നം ഇടുക അല്ലേ? -7 കിട്ടും. നിങ്ങൾ നോക്കി, നിങ്ങൾ 2.7 ഡിവൈഡഡ് ബൈ 5.5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. കാൽക്കുലേറ്റർ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.450
4909 ആണ് കേട്ടോ. ഇതാണ് കിട്ടുന്ന വാല്യൂ. ഇതേ ഇൻറ്റു എന്ത് കിട്ടും? 10⁻⁻7 എന്ന് കിട്ടും. ഇതേ ഇൻറ്റു 10⁻⁷ കിട്ടും. ഇനി നോക്കിയേ എന്നിന്റെ വാല്യൂ എത്ര ഇടയ്ക്ക് വരണം? 1.000ക്കും 9.999 ഇടയ്ക്ക് വരണം അല്ലെ. 1.000ക്കും 9.999 ഇടയ്ക്ക് വരണം. അപ്പൊ ഇവിടെ എത്രയാണ് വാല്യൂ വരണം? നമുക്ക് 4.909 ഇൻറ്റു 10 നമുക്ക് എഴുതണം അല്ലെ. 4.9 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ വരത്തുള്ളൂ. നിങ്ങൾ നോക്കി ഇവിടെ 4.9 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വലത്തോട്ട് ഈ ഡിജിറ്റ് ചാടണം അല്ലെ. മറ്റിടത്തൊക്കെ ഇടത്തോട്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം? 4.9 ഈ ഡോട്ട് എങ്ങോട്ട് മാറണം? വലത്തോട്ട് മാറണം. ആ ഒരു ഡെസിമൽ പോയിന്റ് വലത്തോട്ട് മാറണം. വലത്തോട്ട് മാറിയാൽ ഞാൻ എന്ത് പറഞ്ഞു? ഒന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ. ഇടത്തോട്ട് അടിയുമ്പോൾ ഒന്ന് കൂട്ടണം, വലത്തോട്ട് അടിയുമ്പോൾ ഒന്ന് കുറയ്ക്കണം. അപ്പൊ 10⁻⁻7 -1 എന്ന് വരും അല്ലേ. അപ്പൊ എത്ര കിട്ടും? 4.909 ഇൻറ്റു 10⁻⁸ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിവിഷന്റെ സയന്റിഫിക് നൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എഴുതുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിജിറ്റ് ടൈം ഏതാണ്? 4.909 ആണെങ്കിൽ ഡിജിറ്റ് ടൈം ചെറിയ ഏതാണ്? -8 ആണ്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ആ നമ്പർ അങ്ങോട്ട് എടുക്കുക, പിന്നെ അതിന്റെ പവേഴ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു n × 10⁻n എന്ന ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സയന്റിഫിക് നൊട്ടേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അതിനകത്ത് എന്നിന്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യുക? ഈ ഒരു റേഞ്ചിൽ എടുക്കുക. ഇനി ഡെസിമൽ പോയിന്റ് വലത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ, വലത്തോട്ടാണ് ചാടുന്നത് എന്ത് ചെയ്യുക? -1 വെച്ച് കുറയ്ക്കുക. ഇടത്തോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? +1 വെച്ച് കൂട്ടുക. വളരെ ഈസി അല്ലേ. സബ്ട്രാക്ഷൻ കൂടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എല്ലാം എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഒരു എക്സാമ്പിൾ പുസ്തകത്തിൽ പറയുന്നതാണ്. അഡീഷൻ്റെ ആണ് കേട്ടോ പറയുന്നത്. ആദ്യമേ നമുക്ക് പറയുന്നത് 6.65 ഇൻറ്റു 10⁻⁴. ഓക്കെ, ഇതും 8.95 ഇൻറ്റു 10⁻3. ഓക്കെ, ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ ആ ആഡ് ചെയ്ത ആളെ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ സയന്റിഫിക് നൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ എഴുതുക. നിങ്ങൾ നോക്കിയാൽ വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ആദ്യം ഇവിടെ 6.65 10⁻⁴ ഉണ്ട്, ഇവിടെ 8.95 ഉണ്ട്, ഇവിടെ 10⁻3 ആണ്. അപ്പൊ അഡീഷന്റെ സബ്ട്രാക്ഷന്റെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 10⁻⁴ രണ്ടിടത്തും എന്ത് ചെയ്യുക? സെയിം ആക്കുക. എന്താണ്? 10⁻⁴ എപ്പോഴും എന്ത് ചെയ്യുക? സെയിം ആക്കുക. അപ്പൊ ഇവിടെ 10⁻⁴ ആണ്, പക്ഷെ ഇവിടെ 10⁻3 ആണ്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തൂടെ? നോക്കിയേ, നമുക്ക് ഇവിടെ 8.95 ഇൻറ്റു 10⁻3 എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെ 10⁻4 ആക്കാം? എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഇവിടെ +1 ആഡ് ചെയ്യണമെങ്കിൽ, +1 നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അപ്പൊ 10⁻4 ആവത്തില്ലേ. +1 ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെസിമൽ പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. ഡെസിമൽ പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ 8.95 ആണ്. അതിനെ ഒരു ഡെസിമൽ പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് 0.895 എന്ന് കിട്ടും. ഇൻറ്റു 10⁻4 എന്ന് കിട്ടൂലേ. കാരണം ഒരു ഡെസിമൽ പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? 3യുടെ കൂടെ ഒന്ന് കൂട്ടി, 3 + 1 എന്ത് ചെയ്തു? 10⁻4 എന്ന് എഴുതി കൂടെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6.65 ഇൻറ്റു 10⁻4 പ്ലസ് ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? 0.895 ഇൻറ്റു 10⁻4 എന്ന് എഴുതി കൂടെ എഴുതാം അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, രണ്ടിടത്തും 10⁻4 വന്നു, 10⁻4 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10⁻4 രണ്ടിടത്തും എന്ത് ചെയ്യാൻ പറ്റും? കോമൺ എടുക്കാം. അഡീഷന്റെ സബ്ട്രാക്ഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. അപ്പൊ ഈ 10⁻4 രണ്ടിടത്തും ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 10⁻4. ഇനി അകത്താരാണുള്ളത്? 6.65 0.895 ആണ് നമുക്കുള്ളത് അല്ലേ. 6.65 പ്ലസ് 0.895. ഇവിടെ 4 കോമൺ എടുത്തു രണ്ടിടത്തുനിന്നും. 10⁻4 നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്തു? പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 7.545 ആണ്. 7.545 ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇൻറ്റു എന്ത് കിട്ടി? 10⁻4 എന്ന് കിട്ടി. നിങ്ങൾ നോക്കി, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്ര ഇടയ്ക്ക് വരും? 1.000ക്കും 9.999 ഇടയ്ക്കല്ലേ ഈ ഒരു വാല്യൂ വരുന്നത്? 7.5 എന്ന വാല്യൂ. അപ്പൊ ഇതെന്താണ്? അതിന്റെ സയന്റിഫിക് നൊട്ടേഷൻ ആണ്. നമ്മൾ ഇതിലൊന്നും മാറ്റം വരുന്നുണ്ടല്ലേ. കാരണം എന്താണ്? 7.5 എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്? അതിന്റെ സയന്റിഫിക് നൊട്ടേഷൻ. അപ്പൊ നിങ്ങൾ അഡീഷൻ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ ഒരു പവർ, ആ 10⁻⁴ എന്ത് ചെയ്തു? സെയിം ആക്കി. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് ആ ഡെസിമലിന്റെ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു +1 ആഡ് ചെയ്തു, വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക? -1 ആഡ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ പവർ സെയിം ആക്കി. പവർ സെയിം ആക്കിയിട്ട് പവർ സെയിം ആക്കിയ ആളെ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് എടുത്തു, ബാക്കിയുള്ളവരെ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം? 1.000ക്കും 9.999
ഇടയ്ക്കായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നൊരു അഡീഷൻ്റെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് സബ്ട്രാക്ഷനോടെ നോക്കാം. അപ്പോൾ സബ്ട്രാക്ഷനിൽ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതെന്ന് പറയുന്നത് 2.5 into 10 raised to minus 2 minus 4.8 into 10 raised to minus 3 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ കേസിൽ എന്ത് മാച്ച് ചെയ്യണം? ഫസ്റ്റ് ആ 10 to the power മാച്ച് ചെയ്യണം. ഇവിടെ എത്രയാണ്? 10 raised to minus 2 ആണ്. ഇവിടെ എത്രയാണ്? 10 raised to minus 3 ആണ്. അപ്പോൾ ഇതെടുത്ത് നിങ്ങൾ നോക്കിയേ, 4.8 into 10 raised to minus 3 എടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ എന്താക്കണം? -2 ആക്കണം. അപ്പം -3 എത്ര കൂട്ടിയാൽ നമുക്ക് -2 ആക്കാൻ പറ്റും? -3 +1 ആഡ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുമ്പോൾ -2 ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പം നോക്കിയേ, അപ്പം ഈ ഒരു +1 ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഡെസിമൽ പോയിന്റ് എന്ത് ചെയ്യണം? ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? +1 ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡെസിമൽ പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു +1 ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 0.48 into 10 raised to minus 2 എന്ന് എഴുതാം അല്ലേ? കാരണം +1 നമ്മളിവിടെ ആഡ് ചെയ്തപ്പോൾ ആ ഒരു പോയിന്റ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 0.48 into 10 raised to minus 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതാം? 2.5 into 10 raised to minus 2 എന്ന് അതേപോലെ എഴുതി, മൈനസ് എന്ത് 0.48 into 10 raised to minus 2 എന്ന് എഴുതി. ഇനി രണ്ടിടത്തും ആര് കോമൺ ഉണ്ട്? 10 raised to minus 2 കോമൺ ഉണ്ട്. എന്ത് ചെയ്തു? 10 raised to minus 2 പുറത്തെടുത്തു. ഇനി അകത്തുള്ള ആരൊക്കെയാണ്? ഇപ്പോൾ 10 raised to minus 2 ആണ് കേട്ടോ പുറത്തെടുത്ത്. 10 raised to minus 2 പുറത്തെടുത്തു. അകത്തുള്ള ആരൊക്കെയാണ്? 2.5 ഉണ്ട്. നടുക്കത്തെ ചിഹ്നം മൈനസ് ആണ്. ഇവിടെ എന്തുണ്ട്? 0.48 ഉണ്ട് അല്ലേ? ഇത് നോക്കിയേ, 2.5 minus 0.48 ഇൻറ്റു എന്തെന്ന് കിട്ടി? നമുക്ക് 10 raised to minus 2 എന്ന് കിട്ടി. ഇനി ഇവരെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 2.02 ആണ് കേട്ടോ. ഇൻറ്റു എന്താണ്? 10 raised to minus 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ, ഈ ഒരു 2.02 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അത് 1.000ക്കും 9.999 ഇടയ്ക്കാണ്. അപ്പോൾ ഇതാണെന്ത്? അവരുടെ സയന്റിഫിക് നൊട്ടേഷൻ. വളരെ ഈസി അല്ലേ? വളരെ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഫൈനൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും? എപ്പോഴും n into 10 raised to n എന്ന ഫോമിൽ എഴുതുക. എന്ത് ചെയ്യുക? ആ ഒരു ഡിജിറ്റ് ടൈമിന്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യും? ഈ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സയന്റിഫിക് നൊട്ടേഷൻസ് മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും അഡീഷൻ ആയാലും എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വേറെ ടോപ്പിക്കല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് എന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സയന്റിഫിക് നൊട്ടേഷൻ എന്തായിരുന്നു? ഒരു എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആയിരുന്നു. ഇൻ വിച്ച് എന്തായിരുന്നു? എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് എ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം n into 10 raised to n is called എന്ന് പറഞ്ഞു, സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഡിജിറ്റ് ടൈമിനെ നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ റേഞ്ച് പരിചയപ്പെട്ടു അല്ലേ? എന്നിട്ട് അത് വെച്ച് എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ എങ്ങനെയാണ് മനസ്സിലാക്കി പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കേട്ടോ. വളരെ ഈസിയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ മീനിങ് ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി എന്നാണ് പറയുന്നത്. അതായത് അവരെന്താണ്? മീനിങ് ഡിജിറ്റ് ആണ്. അവരെന്താണ്? ദേ ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല അല്ലേ? ഇതിൽ കാണുമ്പോൾ ഒന്നും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ പറയാം, വളരെ ഈസിയാണ്. നമ്മൾ ഒരു കിലോ അരി ഞാനൊരു കടയിൽ പോയിട്ട് വാങ്ങുകയാണ്. 1 കിലോ അരി ഞാനൊരു കടയിൽ പോയിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം, ഒരു 1.02 എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.020 എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ, ആ ഒരു ചേട്ടൻ, നമ്മുടെ കടയിലെ ആ ഒരു ചേട്ടൻ ഒരിക്കലും ആ ഒരു ചെറിയൊരു 20 ഗ്രാമിൻ്റെ പൈസ ഒരിക്കലും എടുക്കത്തില്ല അല്ലേ? ആ ഒരു 1 കിലോഗ്രാം അരിയുടെ പൈസ തന്നെ ആയിരിക്കും ആ ചേട്ടൻ എടുക്കുന്നത്. ഇനി ഞാനൊരു 200 ഗ്രാം തക്കാളി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 210 ഗ്രാം ആയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യത്തില്ല? ആ ചേട്ടൻ ഒരു 10 ഗ്രാമിൻ്റെ പൈസ എക്സ്ട്രാ എടുക്കത്തില്ല. അപ്പോൾ അതിലൊരു ചെറിയ വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല അവിടെ? ആ ഒരു ചേട്ടനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു കടയിലെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുമ്പോൾ ചില നമ്പേഴ്സ് എന്തല്ല? അതിന് സിഗ്നിഫിക്കൻ്റ് അല്ല, അവരെന്താണ്? അൺസേർട്ടൺ ആണെന്ന് നമ്മൾ പറയും. അവർക്ക് എന്തില്ല? ഒരു സെർട്ടേണിറ്റി ഇല്ല. അങ്ങനെ സെർട്ടേണിറ്റി ഉള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിജിറ്റുകളെ കൺസിഡർ ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ആ ഒരു കടയിലെ ചേട്ടൻ ആ ഒരു തക്കാളിയുടെ ഒരു 10 ഗ്രാം കളഞ്ഞതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുമ്പോൾ ചില നമ്പേഴ്സിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വാല്യൂസ് കളയും. അപ്പോൾ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനമായിട്ടൊരു 5 റൂൾ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഒരു 5 റൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് റൂൾ പറയുന്നത് പറഞ്ഞാൽ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അതാണ് ഒന്നാമത്തെ റൂൾ. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് നോക്കി നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ട് 285 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് മൂന്നും എന്തല്ല, സീറോ അല്ലാത്ത ഡിജിറ്റുകളാണ് അല്ലേ. ഇവർ 3 പേര് സീറോ അല്ല. അതുകൊണ്ടാണ് ഇതിലെ സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം 3 ആണ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. നോക്കി 0.25 മില്ലി ലിറ്റർ. മില്ലി ലിറ്റർ എന്താണ്, വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ നോൺ സീറോ അല്ലാത്ത എത്ര ഡിജിറ്റ് ഉണ്ട്, 2 ഡിജിറ്റ് ആകുമ്പോൾ 2ഉം 5, ഇത് സീറോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്, 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ റൂൾ അനുസരിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതി കൂടെ. ഇത് നോക്കി 0.3572 എത്രയാണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 4 ആണ്. അങ്ങനെ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അതാണ് ഒന്നാമത്തെ റൂൾ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു നമ്പറിന്, ഒരു ഡിജിറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സീറോ ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഒരു ഡിജിറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സീറോ ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അതിന് ഉദാഹരണത്തിന് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 0.03. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നുള്ളത്, ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണും, ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ കാണും. കാരണം എന്താണ്, ഈ ഒരു ഡിജിറ്റ് ടൈമിന് മുന്നോട്ട് വരുന്ന സീറോസിനൊന്നും എന്തില്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, ഒരു നോൺ സീറോ ഡിജിറ്റിന് മുന്നോട്ട് വരുന്ന ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അതുകൊണ്ട് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ എത്രയാണ്, 1 ആണ് അല്ലേ. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയേ, 0.0052. ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണും, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണും. കാരണം എന്താണ്, ഇങ്ങോട്ട് വരുന്ന സീറോസിനൊന്നും എന്തില്ല, വാല്യൂ ഇല്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. അതുകൊണ്ട് ഈ കേസിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. വളരെ ഈസി അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞാൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ടാമത്തെ റൂൾ എന്താണ്, സീറോ പ്രൊസീഡിങ് ടു ദ നോൺ സീറോ ഡിജിറ്റ്. അതായത് സീറോ അല്ലാത്ത ഡിജിറ്റിന് മുന്നേ ഉള്ള സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. സീറോ അല്ലാത്ത ഡിജിറ്റുകളുടെ മുന്നിലുള്ള സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഒരു നോൺ സീറോ ഡിജിറ്റിൻ്റെ മുമ്പിലുള്ള സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന പൂജ്യമാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ മുന്നോട്ട് വരുന്നതൊന്നും ഇതിൻ്റെ ഇടത്തോട്ട് വരുന്നതൊന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറയും. ഇനി 2ൻ്റെ ഇടയ്ക്കാണ് വരുന്നത് നോക്കി, 2005. ഓക്കെ, അതിന് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. കാരണം 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്കാണ് പൂജ്യങ്ങൾ വരുന്നതെങ്കിൽ അവർക്ക് വാല്യൂ ഉണ്ട്. ഇടത്തോട്ടാണ് വരുന്നതെങ്കിൽ എന്തില്ല, വാല്യൂ ഇല്ല. അല്ലെങ്കിൽ മുമ്പിലാണ് വരുന്നതെങ്കിൽ എന്തില്ല, വാല്യൂ ഇല്ല. ഇടയ്ക്കാണ് വരുന്നത് എന്തുകൊണ്ട്, വാല്യൂ ഉണ്ട്. അതായത് നിങ്ങൾ നോക്കി 105 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ റൂൾ നമ്മൾ പഠിച്ചു, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ടാമത്തെ റൂള് സീറോ പ്രൊസീഡിങ് ടു ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. മൂന്നാമത്തെ പഠിച്ചെന്താണ്, സീറോ കംസ് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറഞ്ഞു. വളരെ ഈസി അല്ലേ. ഇനി നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് 4805 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, 4 ഉണ്ട്. കാരണം ഈ ഒരു പൂജ്യത്തിന് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്, 4805 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അടുത്തൊരു റൂൾ പറയുന്നത് നോക്കിയോളൂ, സീറോ അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, 0.200. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റിൽ വരുന്ന സീറോസ് ആണ് അല്ലേ. ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ് ആണ്, അവർക്ക് സിഗ്നിഫിക്കൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു ഡിജിറ്റിൻ്റെ ഇടത്തോട്ട് വരുന്നവർക്ക് എന്തില്ല, സിഗ്നിഫിക്കൻ്റ് ഇല്ല. പക്ഷെ ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് വരുന്നവർക്ക് എന്തുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വേണം, 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ വേണം. കാരണം ഒരു 2.200 എന്ന് എഴുതി കഴിഞ്ഞാൽ ആവശ്യം 2 സീറോയ്ക്ക് എന്തുകൊണ്ട്, സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് മൊത്തത്തിൽ 2ഉം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് എത്ര വരും, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ, 100ൻ്റെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. കാരണം എന്താണ്, ഇത് റൈറ്റ് സൈഡിലോട്ടാണ് വരുന്നതെങ്കിലും നമ്മൾ പറഞ്ഞു ഡെസിമലിന് ശേഷമുള്ള പൂജ്യത്തിന് മാത്രമേ എന്തുള്ളൂ, സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ ഈ 2 പൂജ്യത്തിനും വില വരാൻ കാരണം എന്താണ്, ഒരു ഡെസിമലിന് ശേഷമാണ് ആ സീറോ വന്നത് അല്ലേ. അതുകൊണ്ടാണ് അവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്നാൽ ഒരു ഡെസിമൽ അല്ലാണ്ട്
നമ്മൾ 2 സീറോ റൈറ്റ് സൈഡിലോട്ട് വന്നാലും ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാലും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷെ നിങ്ങൾ നോക്കിയാൽ 100.1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നു? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നു. 1, 0, 0, 1 അങ്ങനെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നു. വളരെ ഈസി അല്ലേ? ഇത് നോക്കി 100.0 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 100ന് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ 100.0 ഡെസിമൽ കഴിഞ്ഞിട്ട് 0 വന്നു. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നു? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നു. കാരണം ഇവരെല്ലാം എന്തായിട്ട് മാറും? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറും അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസിയാണ്. ഇനി 5ാമത്തെ റൂളാണ്. നമ്മുടെ സാധാരണ ഒരു ഒബ്ജക്റ്റിനെയൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാൻ, ഉദാഹരണത്തിന് നമ്മൾ 20 മുട്ട, 10 കൊട എന്നൊക്കെ പറയുന്നെങ്കിൽ അങ്ങനെ പറയുന്നവരെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം നമ്മൾ 10 കൊട എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ 20 മുട്ട എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റിനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പഠിച്ചത് ഓൾ നോൺ സീറോ ഡിജിറ്റ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ്. അത് നമ്മൾ പഠിച്ചു എന്താണ്? ഒരു നോൺ സീറോ ഡിജിറ്റിന് മുന്നിലോട്ട് വരുന്ന സീറോസ്, ഇടത്തോട്ട് വരുന്ന സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു 2 നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയ്ക്ക് വരുന്ന സീറോ, 2 നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയ്ക്ക് വരുന്ന സീറോ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. 4ാമത് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ കഴിഞ്ഞിട്ടാണ് സീറോ വരുന്നതെങ്കിൽ അവരെല്ലാം എന്തായിട്ട് മാറും? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറും. എന്നാൽ ഡെസിമൽ ഇല്ലാണ്ട് വരികയാണെങ്കിൽ എന്താണ്? ആ സീറോസ് റൈറ്റ് സൈഡിലോട്ട് വരുന്നത് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം വളരെ ഈസിയാണ്. എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു തരാം. എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത് സീറോ അല്ലാത്ത ഡിജിറ്റ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. 2ാമത്തെ കാര്യം ഓർക്കേണ്ടത് ഇടത്തോട്ട് വരുന്ന സീറോ ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി വലത്തോട്ട് വരുന്ന സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷെ ഒരു ഡെസിമലിന് ശേഷം വലത്തോട്ട് വരുവാണെങ്കിൽ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു ഡെസിമലിന് ശേഷം വലത്തോട്ട് വരുന്നത് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച സയൻറ്റിഫിക് നൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4.01 × 10⁻³ എഴുതി കഴിഞ്ഞാൽ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് എണ്ണം 3 ആണ് കേട്ടോ. ഇത് നമ്മൾ കൂട്ടത്തില്ല. നമ്മൾ ഇവിടെയുള്ള ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ കിട്ടൂ. ഇവിടത്താണ് 3 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ആ ഒരു 10⁻⁴ നമ്മൾ എന്തായിട്ട് എടുക്കത്തില്ല? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് മൊത്തത്തിൽ 6 നിയമങ്ങളാണ് നമുക്കുള്ളത്, അല്ലെ? 6 നിയമങ്ങളാണ് അതുകൂടെ ചേർത്ത് നമുക്കുള്ളത്. അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ 10⁻⁴ നമ്മൾ എന്തായിട്ട് എടുക്കത്തില്ല? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പുസ്തകത്തിൽ പറയുന്നതാണ് 8.256 × 10⁻³ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 8.256 × 10⁻³ ഇതെന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ എത്ര ഉണ്ട്? ഇവിടെ എത്ര ഉണ്ട്? ഇവരെല്ലാം നോൺ സീറോ ഡിജിറ്റിൽ എത്ര ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ ആ 10⁻⁴ വരുന്ന സാധനം എന്തല്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നേരത്തെ സയൻറ്റിഫിക് നൊട്ടേഷനിലൂടെ ചെയ്തതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സബ്ട്രാക്ഷനും പിന്നെ എന്ത് ചെയ്യുക? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനോടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓരോ എക്സാമ്പിൾ വെച്ച് അറിഞ്ഞാൽ മതി. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ നോക്കാം. നമ്മുടെ പുസ്തകത്തിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് 12.11 അഡീഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് കേട്ടോ. അഡീഷൻ ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ നോക്കിയാൽ 12.11 18.0 1.012 ഓക്കെ. അപ്പോൾ ഇവരെ 3 പേരോട് ആഡ് ചെയ്തിട്ട് നമ്മൾ അവരുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാനായിട്ട് ചോദിക്കാം. വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കുക. നിങ്ങൾ സാധാരണ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഇവരെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പേന വെച്ച് തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ഉത്തരം കിട്ടത്തില്ലേ? അപ്പോൾ എത്ര കിട്ടും? 31.122 എന്ന് കിട്ടും. 31.122 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡിജിറ്റ് എത്രയാണോ? ഡെസിമലിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഡിജിറ്റ് എത്രയാണോ അതേപോലെ എഴുതുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഡെസിമലിന് ശേഷം ഏറ്റവും കുറഞ്ഞ എത്രയാണ്? 1 ഡിജിറ്റ് ഉള്ള ആളാണ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 31.1 എന്ന് എഴുതാം. അപ്പോൾ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഡെസിമൽ പോയിന്റിന് ശേഷം ഏറ്റവും ചെറിയ നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയാണോ ആ ഒരു ഡിജിറ്റിലേക്ക് എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്ത് എഴുതുക. അതായത് ഇവിടെ നമുക്ക് 18.0ൽ 1 ഡിജിറ്റാണ് ഡെസിമലിന് ശേഷം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ് ആയിട്ട് എഴുതാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ കേസ് നോക്കിയേ. നമുക്ക് 2.5 × 1.25 അതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ ചോദിക്കണം. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ കേസിൽ. അപ്പം 2.5 × 1.25 നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്ര നോക്കിയാൽ വാല്യൂ കിട്ടുന്നത്
3.125 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 2.5 1.25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടോ നോക്കണം. എത്ര ഉണ്ട്? 1 1 2 ഉണ്ട്. ഈ ഒരു കേസിലോ നോൺ സീറോ ആയിട്ടുള്ള 3 ഇല്ല. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആർക്കാണോ ഉള്ളത് അത്രയും നമ്പർ എന്ത് ചെയ്യുക? ഇവിടെ റൗണ്ട് ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ആക്കണം എങ്ങനെ ചെയ്യണം? 3.1 എന്ന് എഴുതണം. അപ്പോൾ ഒരു അഡീഷൻ്റെ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ്റെ കേസിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരെ അതേപോലെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വരുന്നുണ്ടോ അതേപോലെ എന്ത് ചെയ്യുക? ആ ഒരു ഉത്തരത്തെ റൗണ്ട് ചെയ്ത് എഴുതുക. എന്നാൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അത് എന്ത് ചെയ്യുക? അതിൻ്റെ ഓരോന്നിൻ്റെ അകത്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണോ അതേപോലെ എഴുതുക. വളരെ ഈസിയാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എന്താണ് പ്രസിഷൻ? എന്താണ് പ്രസിഷൻ? എന്താണ് ആക്യുറസി? അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയാണ് പ്രസിഷനും ആക്യുറസിയും. അതുകൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അതിൽ തന്നിരിക്കുന്ന ഡെഫിനിഷനാണ് പ്രസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെന്റ്സ് ഓഫ് സെയിം ക്വാണ്ടിറ്റി. ഒരേ ക്വാണ്ടിറ്റിയുടെ വേരിയസ് മെഷർമെന്റ്സിലുള്ള ക്ലോസ്നെസ് ആണ് എന്ത്? പ്രസിഷൻ എന്ന് പറയുന്നത് പുസ്തകത്തിൽ. ആക്യുറസി എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ഓഫ് എ പെർട്ടിക്കുലർ വാല്യൂ ടു എ ട്രൂ വാല്യൂ. അതായത് ഒരു ട്രൂ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ത്? ആക്യുറസി എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല? ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നോക്കിയാൽ നമുക്കൊരു ബോട്ടിലുണ്ട്, ഒരു ക്യാനുണ്ട്, ഒരു പോട്ടുണ്ട്, ഒരു ചെടിച്ചട്ടിയുണ്ട്. അപ്പോൾ നമ്മളൊരു കല്ലെറിയുന്ന ഒരു മത്സരം വെക്കുകയാണ്. ഇതിലേക്ക് കല്ലെറിയണം. നമുക്ക് ക്യാനാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ഒരു ക്യാനിലേക്കാണ് നമ്മൾ കല്ലെറിയേണ്ടത്. അപ്പം 3 കുട്ടികൾ വന്നു. ഓക്കെ, അപ്പം ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് എ വന്നു. ഓക്കെ, സ്റ്റുഡൻറ്റ് എ വന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് എ വന്ന് കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ ഒന്നാമത്തെ കല്ലെറിഞ്ഞത് വീണത് ബോട്ടിലാണ് വീണത്. ഓക്കെ, രണ്ടാമത്തെ കല്ലെറിഞ്ഞത് ബോട്ടിലാണ് വീണത്. രണ്ടാമത്തെ കല്ലെറിഞ്ഞത് ക്യാനിലാണ് വീണത്. അപ്പോൾ മൂന്നാമത്തെ കല്ലെറിഞ്ഞത് പോട്ടിലാണ് വീണത്. 3 കല്ല് 3 നടത്താൻ വീണത്. ഇനി രണ്ടാമത് വന്ന് സ്റ്റുഡൻറ്റ് ബി അവ എറിഞ്ഞ ഒന്നാമത്തെ കല്ല് ബോട്ടിൽ വീണു. രണ്ടാമത്തെ കല്ല് പോയിട്ട് ബോട്ടിൽ തന്നെ വീണു. മൂന്നാമത്തെ കല്ല് ബോട്ടിൽ വീണു. ഇനി സ്റ്റുഡൻറ്റ് സി, മൂന്നാമത്തെ കുട്ടി വന്നെറിഞ്ഞത് ഒന്നാമത്തെ കല്ല് ക്യാനിൽ വീണു. രണ്ടാമത്തെ കല്ല് ക്യാനിൽ വീണു. മൂന്നാമത്തെ കല്ല് ക്യാനിൽ വീണു. അപ്പം നിങ്ങൾ നോക്കണം, ഈ ഒരു സ്റ്റുഡൻറ്റ് എ എറിഞ്ഞത് 3 നടത്താണ് വീണത് അല്ലേ? അതായത് വീണ ആൾക്ക് പോലും എന്തില്ല? ഒരു ക്ലോസ്നെസ് ഇല്ല. അവർ തമ്മിലൊരു ബന്ധവും ഇല്ല അല്ലേ? അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം നമുക്ക് പ്രസിഷൻ ഉണ്ട്. അതായത് ഒരു വേരിയസ് മെഷർമെന്റ്സ് നമ്മൾ എടുത്ത സമയത്ത്, ഒരേ ക്വാണ്ടിറ്റിയുടെ വേരിയസ് മെഷർമെന്റ്സ് നമ്മൾ എടുത്ത സമയത്ത് ആ മെഷർമെന്റ്സിൽ തമ്മിലൊരു ക്ലോസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം നമുക്ക് പ്രസിഷൻ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് ഈ സ്റ്റുഡൻറ്റ് എക്ക് എന്തില്ല എന്ന് നമുക്ക് പറയാം? സ്റ്റുഡൻറ്റ് എക്ക് നമുക്ക് പറയാം നോ പ്രസിഷൻ ഇല്ല, നോ ആക്യുറസി അല്ലേ? ആക്യുറസിയും ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി സ്റ്റുഡൻറ്റ് ബി നിങ്ങൾ നോക്കി, നമുക്ക് വീഴുന്നത് ക്യാനിലായിരുന്നു, പക്ഷെ അവ എറിഞ്ഞു. പക്ഷെ 3 വട്ടം വീണത് എവിടെയാണ്? ബോട്ടിലാണ് വീണത്. പക്ഷെ ഈ കിട്ടിയ 3 ബോട്ടിൽ എന്ന് പറയുന്നത് തമ്മിൽ ഒരേ അടത്ത് തന്നെയല്ലേ വീണത്? അവർ തമ്മിലൊരു ക്ലോസ്നെസ് ഇല്ലേ? അവരെല്ലാം വീണത് ഒരേ അടത്താണ് അല്ലേ? ബോട്ടിലാണ് അവന് 3 വട്ടം എറിഞ്ഞപ്പോഴും വീണത്. അപ്പോൾ നമുക്ക് പറയാം അവന് ഹൈ പ്രസിഷൻ ഉണ്ട്. അവൻ്റെ പ്രസിഷൻ എന്താണ്? വളരെ കൂടുതലാണ്. കാരണം അവർ തമ്മിൽ എന്തൊരു ക്ലോസ്നെസ് ഉണ്ട്. ആ വാല്യൂസ് തമ്മിലൊരു ക്ലോസ്നെസ് ഉണ്ട്. പക്ഷെ ആക്യുറസി നോക്കിയേ, അവൻ എറിഞ്ഞ് വീഴ്ത്തേണ്ട അടക്കാണോ അവൻ വീഴ്ത്തിയത്? അല്ല, ക്യാനിൽ എറിയാൻ പറഞ്ഞപ്പോൾ എവിടെ എറിഞ്ഞത്? ബോട്ടിൽ എറിഞ്ഞത്. പക്ഷെ 3 വട്ടം എറിഞ്ഞപ്പോഴും ബോട്ടിൽ തന്നെ വീണു. ആ ഒരു പോയിന്റുകൾ തമ്മിലുള്ള ക്ലോസ്നെസ് ഉണ്ടായതുകൊണ്ട് അവൻ എന്തുണ്ട്? ഹൈ പ്രസിഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ ആക്യുറസിയോ? അവന് നോ ആക്യുറസിയാണ്. നോ ആക്യുറസി. ഇനി മൂന്നാമത്തെ സി എടുത്ത് നോക്കിയത് നിങ്ങൾ, അവൻ കല്ലെറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 3 വട്ടം എന്ത് ചെയ്തു? ഒരേ അടത്ത് തന്നെ വീണു. അവർ തമ്മിൽ എന്തുണ്ട്? ക്ലോസ്നെസ് ഉണ്ട്. അപ്പോൾ അവൻ എന്തുകൊണ്ട്? ഹൈ ആക്യുറസിയാണ്, അല്ല ഹൈ പ്രസിഷനാണ്. ഇനി 3 ടാർഗറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നല്ലേ വീണത്? അതായത് ഒരു ട്രൂ ആയിട്ട് നമുക്ക് വേണ്ട ഒരു വാല്യൂവിനോട് തന്നല്ലേ അത് വീണത് അല്ലേ? അതുകൊണ്ട് അവൻ എന്തുകൊണ്ട്? ഹൈ ആക്യുറസി ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവന് ഹൈ പ്രസിഷനും
ഹൈ ആക്യുറസിയും ഉണ്ട് ഏതിന്, മൂന്നാമത്തെ സ്റ്റുഡൻറ്റിന്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സെയിം ക്വാളിറ്റിയുടെ പല മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ആ മെഷർമെൻറ്റ്സ് എല്ലാം ക്ലോസ്നെസ് ഉള്ള ഒരേ ടൈപ്പ് സ്ഥലത്താണ് നമുക്ക്, അല്ലെങ്കിൽ ഒരേ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും എന്ത് ചെയ്യും, ആ ഒരു മെഷർമെൻറ്റിന് എന്തുണ്ട്, പ്രെസിഷൻ ഉണ്ട്. അതായത് നമ്മൾ ലാബിൽ ഒരു റിയാക്ഷൻ ചെയ്തു, പലതവണ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഒരേ ഈൽഡാണ് കിട്ടുന്നത്. ഓക്കെ, ഒരേ ഈൽഡാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരേ റേഞ്ചിലുള്ള ആ ഒരു ഈൽഡാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും നമുക്ക് ഹൈ പ്രെസിഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഈൽഡ് ആയിരിക്കണം അവിടെ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ കുറേ വട്ടം ചെയ്തപ്പോൾ എനിക്ക് 85, 86 അല്ലെങ്കിൽ 85, 86, 85 അങ്ങനെ കിട്ടുന്നെങ്കിൽ എനിക്ക് എന്തുണ്ട്, ഹൈ പ്രെസിഷൻ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈൽഡ് എത്ര ആയിരുന്നു, 95 ആയിരുന്നു വേണ്ടത്. പക്ഷെ എനിക്ക് 3 വട്ടം 85, 86, 85 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഹൈ പ്രെസിഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് ആക്യുറസി ഇല്ല. ഓക്കെ, ഇനി ഒരു വട്ടം 85 കിട്ടി, ഒരു വട്ടം 95 കിട്ടി, ഒരു വട്ടം 65 കിട്ടിക്കഴിഞ്ഞാലോ എനിക്ക് ആക്യുറസി ഇല്ല, എനിക്ക് പ്രെസിഷനും ഇല്ല. ഇനി ഞാൻ 3 വട്ടം ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് 94 കിട്ടി, 95 കിട്ടി, 96 കിട്ടി. അപ്പോൾ ഏകദേശം എന്താണ്, ഒരു ക്ലോസ്നെസ്സും ഉണ്ട്, ആക്യുറസിയും ഉണ്ട്. അപ്പോൾ അയാൾക്കൊന്നുണ്ട് ഹൈ പ്രെസിഷനും ഹൈ ആക്യുറസിയും ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ട്രൂ വാല്യൂമായിട്ട് എത്രമാത്രം ആ ഒരു മെഷർമെൻറ്റ്സ് അടുത്ത് നിൽക്കുന്നുവോ ആ ഒരു മെഷർമെൻറ്റ്സിന് കിട്ടുന്നതാണ് ആക്യുറസി എന്ന് പറയുന്നത്. എന്നാലും പല മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ അതിന് എത്രമാത്രം ക്ലോസ്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ഒരേപോലെ കിട്ടുന്നുവോ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രെസിഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ 2 പാർട്ടാണ്. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്, ആദ്യമേ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്താണെന്ന് പഠിച്ചു, അതിനെ n×10⁻n എന്ന് ഡിനോട്ട് ചെയ്യാൻ പഠിച്ചു. രണ്ടാമത് പഠിച്ച കാര്യം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പഠിച്ചു, അതിൻ്റെ പല കേസസ് പഠിച്ചു, പല 5 റൂൾസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 റൂൾസ് പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രെസിഷൻ എന്താണ്, ആക്യുറസി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു കാര്യങ്ങളോട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് എന്താണ്, നമ്മൾ അടുത്ത കുറച്ച് ലോ ഓഫ് കെമിക്കൽ കമ്പോസിഷൻ, അങ്ങനെ കുറച്ച് നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.